ഗുഡ് മോർണിംഗ് എവരി വൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് വണ്ടികളിലെ അമിതവേഗം. എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാനീ പറയുന്നത്. ഒരാഴ്ച മുമ്പ് ഞാൻ കളർകോട് പോയപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയ വണ്ടികളുടെ അമിതവേഗം എന്നെ ഒത്തിരി പേടിപ്പെടുത്തി. എന്ന് വെച്ചാൽ, ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പലരും എന്തിനോ ഇത്ര സ്പീഡിൽ പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അത്ര സ്പീഡിലാണ് എൻ്റെ കാറിനെ ഓവർടേക്ക് ചെയ്തു പോയത്. ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ സ്ലോയിൽ ഓടിച്ചിട്ടുമായിരിക്കാം. എന്നിരുന്നാലും ഇത്രയും സ്പീഡിൽ എവിടേക്ക് എന്തിനു പോകുന്നു? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വായുഗുളികയ്ക്ക് പോകുന്ന കൂട്ടാണ് പലരും വണ്ടി ഓടിച്ചു പോകുന്നത്. ഇങ്ങനെ വണ്ടി ഓടിച്ച് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ പല ഡ്രൈവർമാരും അത്ര പെർഫെക്റ്റ് ഡ്രൈവർമാരാകണമെന്നില്ല. ചിലപ്പോൾ കോളേജിൽ പോകുന്ന കൊച്ചു കുട്ടികളുണ്ടാകാം, മീൻസ് 18 കഴിഞ്ഞ കുട്ടികൾ. അതുപോലെ ഡ്രൈവിങ് പഠിച്ചാലും ഡ്രൈവ് ചെയ്യാൻ ശരിക്കറിയാത്തവരുണ്ടാകാം. ഈ ഇത്രയും സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ, ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും ക്യാമറയും എല്ലാം ഉണ്ട്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചതല്ലേ. അന്ന് ഞാൻ കളർകോട് പോയപ്പോൾ കണ്ട ഒരനുഭവം, ഒരു ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ നടുക്ക് ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നു. ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ കാറിൽ പാസ് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് ആ പാലത്തിൻ്റെ നടുക്ക് വെച്ച് ഒന്നും പറയാനോ എടുക്കാനോ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. ഒരിക്കൽ നമ്മുടെ ബൈപ്പാസിലേക്ക് കയറുന്നിടത്ത് ഒരു കാർ ഡ്രൈവർ ഉറക്കം തൂങ്ങി താഴെ കുത്തി തലയും കുത്തി പോകുന്നു. അപ്പോഴും നമ്മൾ ക്രോസ് ചെയ്ത് അകത്തേക്ക് കയറുമ്പോഴും പാലത്തിൻ്റെ നടുക്കും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പലരും ഫോൺ ചെയ്ത് വണ്ടി ഓടിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം ഞാൻ ആരിത് പറയാനെന്ന് ചോദിക്കുകയോ എൻ്റെ പേരിൽ തിരിച്ചു പഴിചാരുകയോ ചെയ്യുമെന്ന് വെച്ചാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. പിന്നെ എന്തിനിപ്പോൾ പറയുന്നെന്ന് ചോദിച്ചാൽ, ഒരു പൗര എന്ന നിലയിൽ ഈ സംഭവം നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എൻ്റെ കടമയാണെന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന്. എന്നിരുന്നാലും ഇത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കാൻ ഹൈവേ പോലീസും എല്ലാ ട്രാഫിക് പോലീസും എല്ലാവരുമുള്ള അവസ്ഥയിൽ എന്തൊക്കെയായാലും വണ്ടിയുടെ അമിതവേഗവും ഉറങ്ങിക്കൊണ്ടുള്ള വണ്ടി ഓടിക്കലും 3-4 പേരെ വെച്ചുകൊണ്ടുള്ള വണ്ടി ഓടിക്കലും, കൂടാതെ റോഡിൽ മെറ്റിൽ കിടന്ന് പൊങ്ങിക്കിടക്കുന്ന ദാരുണാവസ്ഥയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിന് വേണ്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ട എന്തെങ്കിലും സഹായം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനിത് നിർത്തുന്നു. താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.